90s കിഡ്സും 2K കിഡ്സും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വാഹന ബ്രാൻഡാണ് ഹോണ്ട. ഹോണ്ടയുടെ ഒരുപാട് വാഹനങ്ങൾ ഞങ്ങളുടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹോണ്ടയിലെ 90s കിഡ്സിന്റെ ഇഷ്ട വാഹനങ്ങളായ രണ്ട് പുലിക്കുട്ടികളാണ്. ഒന്ന് ഹോണ്ട സിറ്റി, മറ്റൊന്ന് ഹോണ്ട സിവിക്. നമുക്ക് ഈ വാഹനങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിചയപ്പെടാം. ആദ്യം പരിചയപ്പെടുത്തുന്നത് 2014 രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഹോണ്ട സിറ്റിയാണ്. വെറും 70,000 കിലോമീറ്റർ റൺ ചെയ്തിരിക്കുന്ന ഒരു ഫുൾ ഓപ്ഷൻ വാഹനം. ഈ വാഹനത്തെ കുറിച്ച് എടുത്തു പറയേണ്ട ഈ വാഹനത്തിന്റെ ബോഡി ക്വാളിറ്റി തന്നെയാണ്. ഹോണ്ടയുടെ ക്വാളിറ്റിയെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല, അത്രയും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ബോഡിയാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വാഹനം വരുന്നത്. ഈ വാഹനത്തിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങിക്കഴിയാം. ബോഡി നോക്കിക്കഴിഞ്ഞാൽ വേറെ ഡെന്റോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. നല്ല ബോഡി ഷേപ്പ് ഉള്ള ഒരു വാഹനമാണ്. വെളിയിൽ നോക്കിക്കഴിഞ്ഞാൽ കമ്പനി അലോയ് വീൽസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് മിറർ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലുമാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബോഡിയിലായിട്ട് വേറെ ബാക്ക് സൈഡിലായാലും ഫ്രണ്ട് സൈഡിലായിട്ടും വേറെ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ടയർ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ എബോവ് 75% ഉണ്ട്. നമുക്ക് ഇതിന്റെ ഇന്റീരിയർ കൂടെ നോക്കിയാലോ. ഇന്റീരിയർ നോക്കുമ്പോൾ കമ്പനി ലെതർ സീറ്റ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ലെതർ സീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കമ്പനിയിൽ നിന്ന് വരുന്ന നോർമൽ ഫീച്ചേഴ്സ് തന്നെയാണ്. കമ്പനി പവർ വിൻഡോ, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. സൈഡ് മിറർ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഉള്ള സ്വിച്ചുകളും ഇവിടെ വരുന്നുണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. ലെതർ സീറ്റൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഹാൻഡ് റെസ്റ്റിൽ 2 കപ്പ് ഹോൾഡറും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിന്റെ ഇന്റീരിയറിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് ഇനി ബൂട്ട് സ്പേസ് കൂടെ നോക്കാം. ബൂട്ട് സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ്. നമുക്ക് അത്യാവശ്യം നല്ല സാധനങ്ങളെ കൊണ്ടുപോകാൻ പറ്റിയ അത്യാവശ്യം ഹെവി ബൂട്ട് സ്പേസ് തന്നെയാണ്. നമുക്കിനി എഞ്ചിൻ റൂം കൂടെ നോക്കാം. എഞ്ചിൻ റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എഞ്ചിൻ റൂം നോക്കൂ, നല്ല കിഡിലൻ ക്വാളിറ്റി ആയിട്ടുണ്ട്. 1.4 4 വാൽവ് പെട്രോൾ IVTEC എഞ്ചിനാണ് ഈ വാഹനത്തിന് വരുന്നത്. ഏകദേശം 15 കിലോമീറ്റർ ആവറേജ് മൈലേജ് ലഭിക്കുന്നു. ബാറ്ററി കണ്ടീഷനോ കാര്യങ്ങളൊക്കെ പക്കയാണ്. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ബോണറ്റോ ഗ്ലാസോ ഒന്നും മാറിയിട്ടുമില്ല. അപ്പോൾ ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില 4 ലക്ഷം രൂപ മാത്രമാണ്. അപ്പോൾ ഇത് പ്രൈസ് മാന്യമുള്ള പ്രൈസാണ്. ഈ വാഹനം നമുക്ക് ഫിനാൻസ് അറേഞ്ച് കൊടുക്കാം. അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് ഹോണ്ട സിവിക് പെട്രോൾ വേരിയന്റിലുള്ള ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ വരുന്ന 1.8 ലിറ്ററിൽ വരുന്ന ഒരു കിഡിലൻ വാഹനം. ഇതൊരു പുലിക്കുട്ടി തന്നെയാണ്. അത്രയും നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു മെഷീനാണ്. ഈ വാഹനത്തിന്റെ എക്സ്റ്റീരിയറിൽ പറയുകയാണെങ്കിൽ ബോഡി നല്ല ക്വാളിറ്റിയാണ്. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല, സ്ക്രാച്ചുകൾ പോലും ഇല്ല. അതുപോലെ ടയറിനെ കുറിച്ച് എടുത്ത് പറയേണ്ട കാര്യമാണ്. 4 ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ഉണ്ട്. കമ്പനി അലോയ്സ് വരുന്നുണ്ട്. സൈഡ് മിറർ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽ കമ്പനി തന്നെ ക്രോം കാര്യങ്ങൾ വരുന്ന മോഡലാണ്. ഇതിന്റെ എക്സ്റ്റീരിയറിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒഴുകി പോകുന്ന ഒരു ഡിസൈനിലാണ് ഈ വാഹനം വരുന്നത്. നല്ല ഫ്ലോട്ടിംഗ് ഡിസൈനിൽ വരുന്ന അത്യാവശ്യം നല്ല വീൽ ബേസ് ഒക്കെ ഉള്ള നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു വാഹനമാണ്. അപ്പോൾ ഇതിന്റെ സൈഡിലോ ബാക്കിലോ വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ക്ലൈമറ്റോണിക് AC വരുന്നുണ്ട്, മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്, ABS ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ ഇതൊരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിലുള്ള വാഹനമാണ്. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഗിയർ പാഡൽ ഷിഫ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. പാഡൽ ഷിഫ്റ്റ് വെച്ച് ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ അസാധ്യ ഒരു ഫീലാണ്. അത് ഞാൻ ഡ്രൈവ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. കാര്യം ആ പാഡൽ ഷിഫ്റ്റ് വെച്ച് നിങ്ങൾ ഡ്രൈവ് ചെയ്ത് തന്നെ ആ ഫീൽ അറിയണം. പിന്നെ അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് സീറ്റിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റാണ്. ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഹാൻഡ് റെസ്റ്റിൽ ഫ്രണ്ടിൽ സ്റ്റീരിയോ കൺവേർട്ട് ചെയ്യാനുള്ള സ്വിച്ചുകളും വോളിയം ചേഞ്ചറൊക്കെ ഇവിടെ തന്നെ വരുന്നുണ്ട്. അതൊക്കെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പ്രീമിയം വാഹനത്തിൽ വരുന്ന ഫീച്ചേഴ്സാണ്. ഇത് പഴയ മോഡലിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. അതുപോലെ തന്നെ ഇതിനകത്ത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ റിവേഴ്സ് ക്യാമറ ഇത് രണ്ടും ഈ വാഹനത്തിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് അഡീഷണലി ചെയ്തതാണ്. അത് പുറമെ ഈ വാഹനത്തിൽ എടുക്കുന്നവരുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ AC കംപ്രസർ അതുപോലെ തന്നെ ബാറ്ററി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് ചേഞ്ച് ചെയ്ത് ഏകദേശം 80,000 രൂപ മുടക്കി ഇപ്പോൾ ഫുള്ള് സർവീസൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയ വാഹനമാണ്. നമുക്കിന് ഡിക്കി സ്പേസ് കൂടെ നോക്കാം. ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഹോണ്ട സിറ്റിയിൽ കണ്ടതുപോലത്തെ നല്ല വലിയ ബൂട്ടാണ്. അതിനേക്കാളും കുറച്ചുകൂടെ വലുതാണെന്ന് തോന്നുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി കുറച്ചുകൂടെ ലെങ്ത് വീതി ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ വലിയൊരു ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിനുള്ളത്. നമുക്കിതിന്റെ പവർ ഒന്ന് നോക്കാം. പാഡൽ ഷിഫ്റ്റിൽ വണ്ടി ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഒരു ഫീലാണ്. 5th ഗിയറിലാണ് പോകുന്നത്. നല്ല ഒരു ചെറിയ റോഡായതുകൊണ്ട് ഞാൻ അധികം സ്പീഡ് എടുക്കാത്തത്. പക്ഷെ നല്ല പവർഫുൾ ആണ്. നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ അതിന്റെ പവർ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ്. ഇതിന്റെ എഞ്ചിൻ റൂം നോക്കാം. എഞ്ചിൻ റൂം നോക്കുമ്പോൾ IVTEC എഞ്ചിനാണ് വരുന്നത്. 1.8 ലിറ്റർ 4 വാൽവ് എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ആൾട്ടർനേറ്റർ പുതിയതാണ്. അതുപോലെ തന്നെ AC കംപ്രസർ കാര്യങ്ങളെല്ലാം മാറിയ ഒരു വാഹനമാണ്. ബാറ്ററിയും പുതിയതാണ്. അപ്പോൾ ഇത്രയും ക്വാളിറ്റി ഉള്ള വാഹനം. ഇതിനെപ്പറ്റി നമുക്ക് മൈലേജിനെ കുറിച്ച് ഞാൻ പറയാം. പിന്നെ മൈലേജിനെ കുറിച്ച് പറഞ്ഞില്ല എന്ന് പറയുന്നത് മൈലേജ് കുറവായിരിക്കും. അപ്പോൾ ഈ വാഹനം എടുക്കുന്നവർ ഒരിക്കലും മൈലേജ് നോക്കി ആയിരിക്കും എടുക്കുന്നതെന്ന് അറിയാം. ഇതിന്റെ അതിന്റെ ഒരു പവർ അറിയാൻ വേണ്ടി മാത്രം എടുക്കുന്നവരായിരിക്കും. അപ്പോൾ ഈ വാഹനം ഏകദേശം 10-ന് താഴെ ഒരു 7-8 കിലോമീറ്റർ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. ഒരു 10-ന് താഴെയുള്ള മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ വാഹനത്തിന് കാർലിംഗ് പ്രതീക്ഷിക്കുന്ന വില, അതാണ് അടുത്ത കാര്യം. നമുക്കൊരു 2,25,000 രൂപ കൊടുക്കാം. എന്താ നല്ല വിലയല്ലേ? മാന്യമായിട്ടുള്ള പ്രൈസാണ്. 2,25,000 രൂപ കൊടുക്കാം. ഇത് അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ആവശ്യക്കാരുണ്ട്. അവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ.
അപ്പോൾ ഈ വാഹനങ്ങളൊക്കെ കാർ ലിങ്കിൽ അവൈലബിൾ ആണ്. ഈ വാഹനങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ. ഹോണ്ടയുടെ തന്നെ നമ്മുടെ കയ്യിൽ ഒരുപാട് വാഹനങ്ങൾ, ഹോണ്ട സിറ്റിയുടെ ടൈപ്പ് 3, ടൈപ്പ് 4 അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ ഇതുള്ള വാഹനങ്ങൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.